നമസ്കാരം. തൃശൂർ പൂരം കേരളത്തിന്റെ തൃശൂരിന്റെ അഹങ്കാരമാണ്, അഭിമാനമാണ്. ഇത്തവണ ഏപ്രിൽ 19-നാണ് തൃശൂർ പൂരം. ഇപ്പോൾ തന്നെ തൃശൂർ നഗരം പൂരത്തിന്റെ തിരക്കിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക വിസ്മയമാണ് തൃശൂർ പൂരം. തൃശൂർ പൂരത്തെ ആധാരമാക്കി ഒരുപാട് സാംസ്കാരിക കലാരൂപങ്ങൾ, സിനിമകൾ റസൂൽ പൂക്കുട്ടി സംവിധാനം ചെയ്ത ദി സൗണ്ട് സ്റ്റോറി അടക്കമുള്ള വലിയ കലാരൂപങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവ ലോകത്തിനു മുന്നിൽ തൃശൂർ പൂരത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്നുമുണ്ട്. ഇപ്പോഴിതാ തൃശൂർ പൂരത്തെ ആധാരമാക്കി ഒരു ഗ്രന്ഥം പിറന്നിരിക്കുകയാണ്. ഇൻ സെർച്ച് ഓഫ് ഫിലോസിയ എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ പേര്. ഇംഗ്ലീഷ് എഴുത്തുകാരിയായ ശ്രീജ രാമൻ ആണ് ഈ ഗ്രന്ഥത്തിന് ജന്മം നൽകിയിരിക്കുന്നത്. തൃശൂർ പൂരത്തെക്കുറിച്ചും തൃശൂർ പൂരത്തിലൂടെ ഇന്ത്യയുടെ സംസ്കൃതി, ഇന്ത്യയുടെ ആത്മാവിനെ കുറിച്ച് അനാവരണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണിത്. തൃശൂർ പൂരത്തെക്കുറിച്ചും ഇൻ സെർച്ച് ഓഫ് ഫിലോസിയ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചും ഗ്രന്ഥകാരി ശ്രീജ രാമൻ ഇതം പാരമിതം നോവലിസ്റ്റും പ്രശസ്ത എഴുത്തുകാരനും സാംസ്കാരിക നായകനുമെല്ലാമായ പ്രൊഫസർ VG തമ്പിയുമായി സംവദിക്കുകയാണ്. തൃശൂർ പൂരത്തിന്റെ പ്രധാന കൂടിച്ചേരലുകളുടെ ഇടമായ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ അവരിരുവരും സംസാരിക്കുമ്പോൾ ഒരുപാട് അറിയാത്ത, ഒരുപാട് നന്മയുള്ള, ഒരുപാട് പുതിയ വിശേഷങ്ങൾ നമ്മൾ കേൾക്കും. നമുക്കത് ശ്രമിക്കാം. ഓഡിയോയിൽ ചെറിയ ന്യൂനതകളുണ്ടെങ്കിലും സദയം ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സംവാദത്തിലേക്ക് പ്രവേശിക്കാം. ഒരു ബ്ലസ്സഡ് മോർണിംഗ് ആണിത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രഭാതത്തിൽ ഇത്തരമൊരു സംഭാഷണം ചെയ്യാനായി കിട്ടുന്ന അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതമായിട്ടൊരു കാര്യമാണ്. ഇവിടെ നമ്മളിന്ന് സംസാരിക്കുന്നത് ശ്രീജ രാമൻ്റെ ഒരു പൂര പുസ്തകത്തെ സംബന്ധിച്ചാണ്. ഇത്രയും സമഗ്രമായ, ഇത്രയും അതിശയകരമായിട്ടുള്ള ഒരു പുസ്തകം പൂരത്തെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പൂരമെന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും അഭിരാമമായ ഒരു ഉത്സവ കാഴ്ചയാണെന്നാണ് ആഗോളതലത്തിൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു 36 മണിക്കൂർ കൊണ്ട് ഒരു നഗരം മുഴുവനും എല്ലാവിധ സമയ സാമഗ്രികളോടുകൂടി അടിഞ്ഞൊരുങ്ങുകയും അനേകം ജനസാഗരങ്ങൾ, 30 കോടി ദേവതമാരെ ഒക്കെ അണിനിരക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഉത്സവപ്പറമ്പിലേക്ക് മാറാൻ പോവുകയാണ്. നമ്മളിവിടെ ഇരിക്കുന്നത് തൃശ്ശൂർ പൂരപ്പറമ്പിലെ തെക്കേ ഗോപുരനടയിലാണ്. തെക്കേ ഗോപുരനട ഒരു 10 ദിവസം കഴിയുമ്പോൾ ഒരു ജനസാഗരമായി മാറാൻ പോവുകയാണ്. കുടമാറ്റം നടക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇതുമാതിരിയുള്ള ഒരു പൂരത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഇതുവരെയും എഴുതപ്പെട്ടതിലേക്കും വെച്ച് ഏറ്റവും മനോഹരമായ, സമഗ്രമായ ഒരു പുസ്തകം എഴുതിയ ശ്രീജ രാമനുമായിട്ട് സംസാരിക്കുവാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ശ്രീജ രാമൻ ഈ പുസ്തകത്തിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരുപാട് കാഴ്ചകളും അതിനേക്കാൾ കൂടുതൽ ഉൾക്കാഴ്ചകളുമാണെന്ന് പറയാം. ഇതിനെ ഇൻ സെർച്ച് ഓഫ് ഫിലോസിയ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ശീർഷകമാണ് ഈ പുസ്തകത്തിലിരിക്കുന്നത്. പൂരത്തെക്കുറിച്ച് അറിയാവുന്നിടത്തോളം എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കഥകളുണ്ട്, അതിൻ്റെ ഐതിഹ്യങ്ങളുണ്ട്, അതിൻ്റെ തത്വചിന്തകളുണ്ട്, അതിൻ്റെ ആചാരങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു പുസ്തകം ഇങ്ങനെ ആഖ്യാനം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ഈ പൂരത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ ശ്രീജയുടെ ഈ പുസ്തകത്തെ അതിനെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരത്തെ ഞാൻ കാണുന്നത്. അത് എൻ്റർടൈൻമെൻറ്റുമുണ്ട്, എൻലൈറ്റ്മെൻറ്റുമുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പൊതുവേ വിനോദത്തിൻ്റെ പ്രാധാന്യങ്ങൾ വെച്ചുകൊണ്ടാണ് പൂരം ആഖ്യാനം ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനേക്കാൾ ഏറെയുള്ള അതിൻ്റെ എൻലൈറ്റ്മെൻറ്റ്, അതിൻ്റെ ഉൾക്കാഴ്ചകൾ, അതിൻ്റെ ദാർശനികതകൾ, അതിൻ്റെ മാനങ്ങൾ, അതൊക്കെ തന്നെ ഈ പുസ്തകത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രീജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അസാധാരണമായിട്ടുള്ള ഒരു വാക്ചാതുരിയോട് കൂടിയിട്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം. ഇതുമാതിരിയുള്ള ഒരു പുസ്തകത്തെ അതിലേക്ക് പ്രചോദിപ്പിക്കുവാനായിട്ട്, അത് അത്തരമൊന്ന് എഴുതുവാനായിട്ട് ഉള്ള കാരണങ്ങൾ, അതിനുള്ള സാധ്യതകൾ എന്തായിരുന്നു എന്ന് പറയുന്നത് വളരെ നന്നായി. ഒരു ജീവകാലം കൊണ്ട് മുഴുവൻ എഴുതപ്പെടേണ്ട, അത് മുഴുവൻ സംഭരിച്ച് ചെയ്യേണ്ട ഒരു പുസ്തകമാണിത്. അതാണ് 10-12 വർഷക്കാലത്തെ ഒരു തപസ്യ പോലെ ഒരു ഗവേഷണം അവർ ഈ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. എന്താണ് ഈ പുസ്തകത്തിലേക്ക് ശ്രീജിയെ അതിലേക്ക് പ്രചോദിപ്പിച്ചത് എന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യമേ ഈ സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ പറയാനായിട്ട് ഞാൻ ശ്രീജിയെ ക്ഷണിക്കുകയാണ്. പൂരം എന്ന് പറഞ്ഞാൽ കൗതുകമാണ്. കൗതുകം
എല്ലാവർക്കും അതൊരു കൗതുകമാണ്. കൊച്ചുകുട്ടികൾക്കായാലും വയസ്സായവർക്കായാലും അത് കൗതുകമാണ്. ശരിക്കും എനിക്കും കൗതുകമായിരുന്നു ചെറുപ്പത്തിൽ. പക്ഷെ എനിക്ക് ചെറുപ്പത്തിലൊന്നും കാണാൻ പറ്റിയില്ല. എൻ്റെ വീട്ടിൽ അതൊരു ക്ഷേത്രാചാരമാണ്, അപ്പോൾ അത് കാണേണ്ട ആവശ്യമില്ല, അതൊരു വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് ടൈം എന്നൊക്കെ ഉള്ള ഒരു ധാരണയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന ഒരാളെന്ന് എനിക്ക് ചെറുപ്പത്തിൽ കാണാനേ ഒത്തിട്ടില്ല. വിവാഹം കഴിഞ്ഞ് അതായത് 23 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം കാണുന്നത്. അത് ആ കൗതുകത്തിനെ ഒന്നുകൂടെ മാഗ്നിഫൈ ചെയ്യുകയാണ് ചെയ്തത്. അന്നാണ് മനസ്സിലായത് പൂരം എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമുള്ളതല്ല, കേൾക്കാനും അതിൽ കൂടുതലായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടി ഉള്ളതാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് തോന്നി വെറുതെ അല്ല തൃശ്ശൂർക്കാർ പറയുന്നത്, അതൊരു ഇമോഷനാണെന്നാണ് പറയുന്നത് അവർക്ക്. അതൊരു ആഘോഷത്തിനേക്കാൾ കൂടുതൽ ഇമോഷൻ എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്ന് അന്നാണ് മനസ്സിലായത്. പിന്നെ എല്ലാ വർഷവും ഇത് കാണുമ്പോൾ എനിക്ക് തോന്നും ഈ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. എൻ്റെ തന്നെ കേരളത്തിന് പുറത്തുള്ള സുഹൃത്തുക്കൾ അവരായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ അവർക്ക് കേട്ടിട്ടുണ്ട് അവർ തൃശ്ശൂർ പൂരം, പക്ഷെ എന്താണെന്ന് അറിയില്ല. ഒരു ആഘോഷം, ഒരു വലിയൊരു ആഘോഷം എന്നതിലപ്പുറം വേറെ ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് അവരെ ഒന്ന് അനുഭവിപ്പിക്കണം, എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നാണ്. പിന്നെ ഈ തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന വിദേശികളെ പതിവായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് പത്രങ്ങളിലേക്ക് സൈഡ് സ്റ്റോറി കൊടുക്കുന്നൊരു ഇതുണ്ടായിരുന്നു. അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് നമ്മളുടെ ഈ ആചാരങ്ങളും അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ നന്നായി അറിയാം. അത്യാവശ്യം പഠിച്ചിട്ട് അവർ വരുന്നത്. പക്ഷെ അവരുടെ ഡൗട്ട്സ് നമ്മളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു റാഷണലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എനിക്ക് പലതും അറിയില്ല, പലതല്ല, എനിക്ക് ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പഠിക്കണം ആദ്യം, എന്നാലേ മനസ്സിലാവുമോ എന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നൊരു മലയാളത്തിലൊരു പുസ്തകം ചെയ്തു. എല്ലാം സമഗ്രമായിട്ടുള്ളൊരു പുസ്തകം തന്നെയാണത് തൃശ്ശൂർ പൂരത്തിന്. അതുകൂടെ വായിച്ചപ്പോൾ ഒരു ഇൻസ്പിറേഷനായി എനിക്ക്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം എഴുതാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇതിൻ്റെ റിച്വൽസിലേക്കും അതിൻ്റെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ ഞാൻ എത്തിപ്പെട്ടതാണ്. ശ്രീജ പറഞ്ഞതുപോലെ പൂരമെന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ് എന്നുള്ള അർത്ഥത്തിലാണ്, ഒരു അനുഭൂതിയാണ്. അനുഭവത്തെക്കാൾ കൂടുതൽ അനുഭൂതിയുടേതായിട്ടുള്ള ഒരു വലിയ ആഹ്ലാദം, വലിയ അത്ഭുതം അത് സൃഷ്ടിക്കുന്നുണ്ട്. ഒരു കൗതുകത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. കൗതുകത്തിൻ്റെ ചെറിയൊരു മൂലത്തിൽ നിന്ന് ആരംഭിക്കുകയും അത് വിശാലമായ രീതിയിൽ, വിസ്തൃതമായ രീതിയിൽ ഇന്ത്യൻ ഫെസ്റ്റിവലുകളിലേക്ക് തന്നെ അതിങ്ങനെ പടരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഓർഗാനിക്കായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ത്യൻ ഫെസ്റ്റിവലുകൾ ധാരാളം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ തൃശ്ശൂർ പൂരത്തേക്കാൾ കൂടുതൽ ആൾക്കൂട്ടങ്ങൾ അണിനിരക്കുന്ന മഹാകുംഭമേളകൾ നടക്കാറുണ്ട്, മറ്റ് പലതും നടക്കാറുണ്ട്. പക്ഷേ അത്തരം ഇന്ത്യൻ ഫെസ്റ്റിവലുകളുടെ മുഴുവനും സാരസത്ത് പൂരം ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പൂരത്തിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുമ്പോൾ ശ്രീജ പറയാനായിട്ട് ശ്രമിച്ചത്. ഓരോരോ അടരുകൾ തിരിച്ച് പൂരത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നടത്തിയപ്പോൾ ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ആകമാനമായിട്ടുള്ള വലിയൊരു പശ്ചാത്തലത്തിൽ, അതുമാത്രമല്ല ഇന്ത്യൻ തത്വചിന്തയുടെ, ഇന്ത്യൻ ഫിലോസഫിയുടെ ഒക്കെ തന്നെ വലിയ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഫെസ്റ്റിവലിനെ കാണുവാനായിട്ട് ശ്രീജ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത്തരമൊരു വലിയൊരു ഗ്രന്ഥം, ഒരു ക്ലാസിക് ഗ്രന്ഥമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പൂരത്തെക്കുറിച്ചുള്ള ഈ അപൂർവമായിട്ടുള്ള ഗ്രന്ഥം എഴുതാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ചെറിയൊരു ഉറവത്തിൽ നിന്നാണ്. ഒരു കൗതുകം എന്ന് പറയുന്നത് തുടങ്ങുന്നു. ഏറ്റവും സുഹൃത്തായിട്ടുള്ള ഒരു കുട്ടി എഴുതിയ, മലയാളത്തിൽ എഴുതിയൊരു പുസ്തകത്തിൻ്റെ വിപുലീകരണമായിട്ടത് മാറുന്നു. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ആഖ്യാനത്തിനകത്തുള്ള ഈ ഒരു ഓർഗാനിക് സ്വഭാവമാണ്, ഒരു ജൈവിക സ്വഭാവമാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ സാധാരണ പുസ്തകത്തിൻ്റെ ആഖ്യാന ഘടനയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു സംഭാഷണത്തിൻ്റെ രൂപം ഇതിനകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു വിദേശിയായിട്ടുള്ള ഒരു സുഹൃത്തുമായിട്ട്, ജെന്നി എന്ന് പറയുന്ന സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നു. അവളുടെ ചില സന്ദേഹങ്ങൾ, സംശയങ്ങൾ, അങ്ങനെയുള്ള പൂർവ്വപക്ഷങ്ങൾ ആദ്യം കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചാണ് അത് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതും വളരെ മനോഹരമായ കാര്യമാണ്. അപ്പോൾ ജെന്നിയുമായിട്ട് ഈ സംഭാഷണത്തിന്, ഈ രചനയ്ക്കിടയിൽ നടത്തിയ ആ അനുഭവങ്ങളെക്കുറിച്ച് ശ്രീജ പറയുന്നത് വളരെ നന്നായി. കുറേ വിദേശികളായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അവരിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ ഒരു തുടക്കം വരുന്നത്. അപ്പോൾ കുറേ അധികം ഓരോ വർഷം പൂരം വരുമ്പോഴും പല വിദേശികളായിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാറുള്ളത്. അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ജെന്നി എന്ന് പറഞ്ഞ ഒരു വിദേശ വനിതയിൽ ആരോപിച്ചിട്ടാണ് അവരുമായുള്ള ഒരു കോൺവെർസേഷൻ എന്ന രീതിയിലാണ് പുസ്തകം എഴുതുന്നത്. അതിൽ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു, എൻ്റെ കൂടെ വരുന്ന പത്രപ്രവർത്തകർ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ്, ഒരു 5-6 പേര് ഒരുമിച്ചാണ് പലരെയും ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് പലർക്കും കൃത്യമായ ഉത്തരം കൊടുക്കാൻ പറ്റാറില്ല. കാരണം ഞങ്ങൾക്കറിയില്ല. ഞാൻ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു റാഷണലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾ, പക്ഷേ ആർക്കും അറിയില്ല സത്യത്തിൽ.
എന്താണ് ഇപ്പോൾ സ്ഥിരമായി അവർ ചോദിക്കാറുള്ളൊരു ചോദ്യം, നിങ്ങൾ വേദത്തിൻ്റെ ആൾക്കാരാണ്, വേദത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ടാണ്, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. നിങ്ങൾ ഈ 30 ദേവതകളെയൊക്കെ ആനപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ വെച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്കൊന്നും മിണ്ടാകുന്നുണ്ട്. പിന്നെ അവർ ചോദിക്കും, നിങ്ങളുടെ ദൈവങ്ങൾ എന്താ ഇങ്ങനെ കോമാളി വേഷം കെട്ടി നടക്കുന്നത്, 16 കൈ 20 കൈ, ഇതൊക്കെ ഭയങ്കര ഒരു ശരിക്കൊരു ബഫൂൺ പോലെ നമ്മളിങ്ങനെ നിങ്ങൾ ആഘോഷിക്കുന്നു, കൊട്ടിപ്പാടി ആഘോഷിക്കുന്നു. അതായത് ദൈവത്തിനോടൊരു റെസ്പെക്റ്റ് അല്ല കൊടുക്കുന്നത്, ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും എനിക്കെന്നല്ല ആർക്കും അതിന് കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ പറ്റാറില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ വേദം വായിച്ചിട്ടില്ല, ഞങ്ങൾ ഉപനിഷത്ത് വായിച്ചിട്ടില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ആകെ അറിയുന്ന ഇന്ത്യ ചരിത്രം മാത്രമാണ്, വേറെ ഒന്നും അറിയില്ല, അതിൽ ഇതൊന്നും പറയുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഒളിയിട്ട് പോയപ്പോൾ ഇത് ആദ്യം മനസ്സിലായത് ക്ഷേത്രോത്സവമാണ് ഇത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഇത് എസ്തെറ്റിക്കാണ്, ഒരു സോഷ്യലൈസിങ് ആണ്, സെക്യുലർ ഉത്സവമാണ്. പക്ഷേ ഫണ്ടമെൻ്റലി ഇതൊരു ക്ഷേത്രോത്സവമാണ്. 10 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഉത്സവമാണ്. 10 ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രങ്ങൾക്ക് എന്താണ് പ്രത്യേകത? അത് താന്ത്രിക ക്ഷേത്രങ്ങളാണ്. അപ്പോൾ തന്ത്രം വന്നു അവിടെ. എങ്ങനെയാണ് തന്ത്രവും വേദവും തമ്മിലുള്ള ബന്ധം ഉണ്ടായത്? അങ്ങനെയാണ് സ്റ്റെപ്പായിട്ടാണ് ഈ അന്വേഷണം ഇങ്ങനെ പോയത്. തന്ത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണുന്നത് ശരിക്കും അത്ര ഗുണപ്പെട്ട സംഭവങ്ങളായിരിക്കില്ല. അപ്പോൾ എനിക്ക് കുറേ താന്ത്രികരായിട്ട് സംസാരിക്കേണ്ടി വന്നു. ഉടനീളം വളരെയധികം മനുഷ്യരായിട്ട് സംസാരിച്ചു. അതായത് ഇതിനെക്കുറിച്ച് റാഷണലിസ്റ്റുകളായിട്ടാണ് ആദ്യം സംസാരിച്ചത്, പിന്നെ താന്ത്രികരായിട്ട് സംസാരിച്ചു, പിന്നെ ആസ്ട്രോഫിസിക്സ് ഡീൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് തന്ത്രം വേദവും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട്, ഇത് രണ്ടല്ല എന്നൊക്കെ മനസ്സിലായത്. അപ്പോഴാണ് താന്ത്രിക ക്ഷേത്രം എങ്ങനെയാണ് ഇന്ത്യൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് പോയത്. അതിൽ നിന്ന് പറയാൻ പറ്റും പൂരത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ എലിമെൻ്റ് എന്താണെന്ന്. എന്താ വെച്ചാൽ ക്ഷേത്രോത്സവം എന്ന് പറയുമ്പോൾ അതൊരു ഫിലോസഫിക്കൽ ബേസുള്ള ഒരു സംഭവമാണ്. ഇതിലേക്ക് എത്തിയത് അങ്ങനെയാണ്. നമുക്കിനി പൂരത്തിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ചടങ്ങുകളെ സംബന്ധിച്ചും അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ 36 മണിക്കൂർ കൊണ്ട് ഒരു ഉത്സവം അതിൻ്റെ മുഴുവൻ സമഗ്രതയിൽ ആവിഷ്കരിക്കപ്പെടുന്ന കാര്യമാണ് നടക്കുന്നത്. അതായത് ഒരു 10 മണിക്ക് മഠത്തിൽ വരവ്, 11:30 മണിയാവുമ്പോൾ പാണ്ടിമേളം, വടക്കുന്നാഥിലെ പാണ്ടിമേളം, അത് കഴിഞ്ഞ് ഇലഞ്ഞിത്ര മേളം, അത് കഴിഞ്ഞിട്ട് മറ്റേ ഇവിടെ നമ്മൾ കാണുന്ന കുടമാറ്റം, പിന്നെ രാത്രിയിലുള്ള പ്രദക്ഷിണം, പിറ്റേ ദിവസം പുലർച്ചെ ഉണ്ടാകുന്ന പകൽപൂരം, അതും കഴിഞ്ഞ് ഉപചാരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മടങ്ങിപ്പോക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വളരെ ചിട്ടയോട് കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചിട്ടയോടുകൂടി ആസൂത്രിതമായിട്ട് മറ്റൊരു ഉത്സവം നടക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു സംശയം ചിലർക്കൊക്കെ ഉണ്ടാകാം. ഈ ചോദ്യം ശ്രീജ ഈ പുസ്തകത്തിനകത്ത് ചോദിക്കുന്നുണ്ട്. പുതുമ ഒരു ഇന്നത്തെ കാലത്ത് പൂരം പല പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു പൂരം ഇന്ന് കാണുമ്പോൾ അതിൽ നിന്നൊരു പുതുമയെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് സത്യത്തിൽ ഇതൊരു ഓർഗാനിക്കായിട്ടുള്ളൊരു സെലിബ്രേഷൻ ആയതുകൊണ്ട് ഓരോ വർഷവും പുതിയ അനുഭൂതികൾ നൽകാനായിട്ട് പൂരത്തിന് സാധിക്കുന്നുണ്ട്. അത് ഈ പുസ്തകത്തിനകത്ത് വളരെ മനോഹരമായിട്ട് ശ്രീജ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നി. ഈ ചടങ്ങുകൾ ഇവിടെ നടക്കുന്ന, അതായത് നമുക്കറിയാം ഒരു മനുഷ്യർ മാത്രമല്ല ഈ പൂരത്തിൽ പങ്കെടുക്കുന്നത്, ആനകൾ അതേപോലെ തന്നെ ആനകൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് കുട്ടികളുടെ പൂരമാണ്, പെണ്ണുങ്ങളുടെ പൂരമാണ്, അങ്ങനെ പലരുടെയും പൂരങ്ങളാണ്. അങ്ങനെ പല വിധാനങ്ങളിൽ പല തലങ്ങളിലൊക്കെ തന്നെ പൂരം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൂരത്തിൻ്റെ അത്തരം ചടങ്ങുകൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഇതിനെ നമ്മൾ ആസ്വദിക്കുന്നതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് ഒരു തൃശ്ശൂർക്കാരൻ അല്ലെങ്കിൽ ഒരു വിദേശിയായിട്ടുള്ള ആരാളായാലും എങ്ങനെയാണ് ഈ 36 മണിക്കൂറുകൾ അയാൾ അനുഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം, പലതരം ചടങ്ങുകളെ അവർക്ക് എത്രത്തോളം ആകർഷണീയമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്നുള്ള കാര്യമൊക്കെ ഒന്ന് സൂചിപ്പിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഈ പുസ്തകം ഒരു ഫിലോസഫിക്കൽ ആംഗിളിലാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ഫിലോസഫി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കുറേയധികം ഫിലോസഫിക്കൽ സ്കൂൾസ് ഉണ്ട്. അവരെല്ലാവരും പറയുന്ന ഒരേ കാര്യമല്ല. പക്ഷേ എല്ലാവരും 2-3 കാര്യങ്ങളിൽ ഒന്നിച്ചെത്തിയിട്ടുണ്ട്. അതിലൊന്ന് കർമ്മസിദ്ധാന്തമാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അല്ലാതെ വേറെ ഒന്നുമല്ല, ദൈവമോ ചെകുത്താനോ എന്നല്ല നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നല്ല ആ ഒരു ഇത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ
ഇറ്റേണൽ റെക്കറൻസ്, സംസാര എന്ന് സംസ്കൃതത്തിൽ പറയും. ഇറ്റേണൽ റെക്കറൻസ് എല്ലാ കാര്യങ്ങളും ചാക്രികമാണ് എന്നുള്ളത്. അത് ജനനായാലും മരണമായാലും എന്തും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എൻഡില്ല, ബിഗിനിങ് ഇല്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂർ. നോക്കിയാൽ കാണാൻ പറ്റും എല്ലാവരും ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് വാഹനങ്ങളാവട്ടെ ആളുകളാവട്ടെ ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ഓർബിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നടയിൽ വെച്ചിട്ടാണ്. ഈ ക്ഷേത്രനടയിൽ വെച്ചിട്ട് ഒരു ഭ്രമണപഥം ഞാൻ എൻ്റെ സുഹൃത്തായ ഈ വിദേശ വനിതയും കൊണ്ട് കറങ്ങുവാണ്. ഈ അമ്പലം കറങ്ങുന്നു, പിന്നെ ഓർബിറ്റ് റേഡിയസ് കൂട്ടി നമ്മൾ ഇന്ത്യ മൊത്തം കറങ്ങുവാണ്. ഇന്ത്യയിലുള്ള സകല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഫിലോസഫിക്കൽ ആസ്പെക്റ്റിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുന്നു. പിന്നെ ഓർബിറ്റ് ചെറുതായി വീണ്ടും ഈ ക്ഷേത്രനടയിൽ വന്നിട്ടാണ് പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുസ്തകത്തിന് ഞാൻ സെക്ഷൻസ് എന്നുള്ളതിന് പകരം ഓർബിറ്റ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഭ്രമണപഥം എന്നുള്ള അർത്ഥത്തിൽ അത് ഇന്ത്യൻ ഫിലോസഫിയുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് വൃത്തം. ഈ വൃത്തം നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയുടെ ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ വ്യാസനാണ്. വ്യാസൻ്റെ ആ ഒരു വേദം കമ്പൈലേഷനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അപ്പോൾ ആ വ്യാസൻ എന്നുള്ള വാക്ക് പോലും വ്യാസം, അതായത് വൃത്തത്തിൻ്റെ വ്യാസം എന്നുള്ളതാണ്. അല്ല, അതൊരു മനുഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല അവിടെ വരുന്നത്. അപ്പോൾ ഈ വൃത്തമാണ് എൻ്റെ പുസ്തകത്തിൻ്റെ മെയിൻ സംഭവം. വൃത്തം ഇറ്റേണൽ റെക്കറൻസ് എന്നാണ് കുറച്ചുകൂടി നന്നായിരിക്കുക പറഞ്ഞത്. പിന്നെ ഈ വൃത്തത്തിൻ്റെ ഉള്ളിലാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ സകല കാര്യങ്ങളും നടക്കുന്നത്. ഈ വൃത്തത്തിനെ ക്ലോക്ക് വൈസായി തന്നെ എല്ലാവരും പൂരസമയത്തായാലും ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നന്നായിട്ട് വരുന്നുണ്ട്. അതാണ് ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ പ്രത്യേകത. മറ്റുള്ള പൂരങ്ങളിൽ നിന്ന് തൃശ്ശൂർ പൂരത്തിനുള്ള പ്രത്യേകതയും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഭയങ്കര ഡിസിപ്ലിൻഡാണ്. അത് ശക്തതമ്പുരാനായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. അതിൽ നിന്നാണ് വിട തെറ്റുന്നില്ല എന്നുള്ളതാണ് പൂരത്തിൻ്റെ പ്രത്യേകത. പക്ഷേ അതിനനുസരിച്ച് പുതുമകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉദാഹരണം പറയുകയാണെങ്കിൽ വെടിക്കെട്ട് ആദ്യം ചൈന പടക്കങ്ങൾ കുറച്ചെന്ത് ഊട്ടുപക്കിരി, മത്താപ്പ്, ചീനവെടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എന്തൊക്കെ ഹൈടെക് സാധനങ്ങളാണ് പൊട്ടിക്കുന്നത്. അതൊരു പുതുമയാണ്. പിന്നെ മേളങ്ങളിൽ പുതുമ കൊണ്ടുവന്നിട്ടുണ്ട്. പഞ്ചവാദ്യത്തിൽ കുറച്ച് പുതുമ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിൽ അധികം പറ്റില്ല. അതിനൊരു ലിമിറ്റുണ്ട് ഫ്രീഡം കൊണ്ടുവരുന്നത്. പക്ഷേ സകല കാര്യങ്ങളിലും പുതുമ കൊണ്ടുവന്നിട്ടുണ്ട്. ആനയുടെ കാര്യത്തിൽ മാത്രം പുതുമ കൊണ്ടുവന്നിട്ടില്ല. എന്തൊക്കെയോ ഫൈബർ ആനകൾ, ഇലക്ട്രിക് ആനകൾ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊരു പ്രതീക്ഷയാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ ഒരു വൃത്താകൃതിയാണ്. അതിൻ്റെ ആ പ്രദർശന വഴിയെ മുഴുവൻ അങ്ങനെ ഒരു വൃത്തം കൊണ്ടാണ് ബന്ധിപ്പിച്ചത്. ഈ വൃത്തം ഇങ്ങനെ ചെറിയ ഇതിൽ നിന്ന് വരിയിലേക്ക് വളർന്ന് ഇന്ത്യയുടെ മുഴുവനും ഒരു അന്തരീക്ഷത്തിലേക്ക് അതിനെ വികസിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതെല്ലാം തന്നെ തിരിച്ചു വന്ന് ശ്രീമൂലസ്ഥാനത്ത് വെച്ചിട്ടാണ് അത് അവസാനിക്കുകയും ചെയ്യുന്നത്. പുസ്തകം തന്നെ അവസാനിക്കുന്നത് ശ്രീമൂലസ്ഥാനത്താണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളൊരു തലത്തിലേക്ക് ആ പൂരത്തിൻ്റെ ആഘോഷങ്ങൾ, ഇന്ത്യൻ ഫിലോസഫിയുടെ ആഘോഷങ്ങളൊക്കെ തന്നെ അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എത്ര വേണമെങ്കിലും പറയാൻ ശ്രീജ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ആശയത്തെ സംബന്ധിച്ചിടത്തോളം. അത് പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പൂരത്തിനുണ്ടാവുന്നുണ്ടോ, ഒരു സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു കാര്യം പൂരത്തിനുണ്ടാവുന്നുണ്ടോ എന്ന കാര്യം കൂടി കണ്ടംപററി ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് മുഴുവൻ അങ്ങനെയാണ്. ഒരു ട്രഡീഷനെ കണ്ടംപററി ആക്കി എടുക്കുന്ന ഒരു പ്രക്രിയ ഈ പുസ്തകത്തിനകത്ത് നടക്കുന്നുണ്ട്. ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ മാത്രം അമർന്നു കിടക്കുന്ന ഒരു കാര്യമല്ല. അത് നിരന്തരമായിട്ട് പരിണമിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് എനിക്ക് വേവലാതി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണുങ്ങളുടെ പൂരം എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഈ പുരുഷാരം എന്ന് പറയുന്ന ആൺകോയ്മ അല്ലെങ്കിൽ പുരുഷന്മാരുടെ മേധാവിത്വത്തിൽ നടക്കുന്ന ഈ വലിയ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ സ്ത്രീകൾ എങ്ങനെയാണ് പരിചരിക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം അതിൻ്റെ വിമർശനപരമായിട്ടും അതിൻ്റെ ആസ്വാദ്യകരമായ രീതിയിലും ശ്രീജ എന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഒരു സ്ത്രീ പൂരത്തെക്കുറിച്ച് അതിൻ്റെ ആധികാരിക സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമാണത്. പരിസ്ഥിതിക്ക് എത്രമാത്രം വിരുദ്ധമാവുന്നുണ്ട് പൂരം എന്ന് വെച്ചാൽ പരിസ്ഥിതി വിരുദ്ധമായിട്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നോർമൽ ലൈഫിൽ നിന്ന് മാറിയിട്ട് വേറൊരു സംഭവമാണല്ലോ ഒരു 36 മണിക്കൂർ നേരത്തേക്ക് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നോർമൽ ലൈഫിൽ നമ്മൾ കുറച്ചൊക്കെ പരിസ്ഥിതിയെക്കുറിച്ച് അനുകൂലമായി എടുത്ത് ചിന്തിക്കുമെങ്കിലും ഇങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ സമയത്ത് പലരും ചിന്തിക്കുന്നത് തോന്നുന്നില്ല. ആഘോഷത്തിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ അത് എത്രമാത്രം പരിസ്ഥിതി വിരുദ്ധമാവുന്നുണ്ട് എന്നുള്ളത് പരിസ്ഥിതി പ്രവർത്തകരും
പിന്നെ അധികാരികളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അതിന് അവർ പരിഹാരം കാണുന്നുണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം 2-3 കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് ആനയെ തന്നെയാണ്. ആനയാണ് ഏറ്റവും ആകർഷണം പൂരത്തിൽ. എൻ്റെ അടുത്ത് വിദേശികൾ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ആനപീഡനം നടത്തുന്നത്, മൃഗപീഡനം നടത്തുന്നത്? എന്നെ ചോദ്യം ചെയ്യുന്ന വിദേശികൾ പോലും ഫണ്ടമെൻ്റലി അവർ വരുന്നത് ആനയെ കാണാനാണ്. ഞാൻ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്, ആനയെ കാണാൻ തന്നെയല്ലേ വരുന്നത്, ആനയില്ലെങ്കിൽ നിങ്ങൾ വരുമോ? ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ല. മേളം കേൾക്കാനാണെന്നൊക്കെ ചുമ്മാ പറയുന്നത്, ആനയെ കാണാനാണ് വരുന്നത്. പക്ഷെ ഇതാണ് മനുഷ്യരുടെ ആ ഒരു സ്വഭാവം, വൈരുദ്ധ്യമാണ് കാണുന്നത്. ആനയെ കെട്ടി എഴുന്നള്ളിക്കുന്നതുകൊണ്ട് കുറ്റം പറയും, ആനയെ കാണാൻ വരുന്നു. വെടിക്കെട്ട് ഇപ്പോൾ എവിടേക്കോ, ഇപ്പോൾ ദുബായിലൊക്കെ കഴിഞ്ഞ വർഷം ഭയങ്കര വലിയ വെടിക്കെട്ട്, എത്രയോ ലക്ഷക്കണക്കിന് വെടിക്കോപ്പുകൾ പൊട്ടിച്ചു എന്ന് പറഞ്ഞു. ന്യൂ ഇയറിനൊക്കെ ലോകമെമ്പാടും ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 10% പോലും തൃശ്ശൂർ പൊട്ടിക്കുന്നില്ല. പക്ഷേ തൃശ്ശൂരത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നഗരമധ്യത്തിലിട്ടിട്ടാണ് അത് പൊട്ടിക്കുന്നത്. അത് വളരെ തിക്ലി പോപ്പുലേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റും കണ്ടാൽ മനസ്സിലാവും, അത്രയധികം കെട്ടിടങ്ങൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ ഒക്കെ ഉള്ളതിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് പൊട്ടിക്കുന്നതെന്നുള്ള ഒരു റിസ്ക് ഫാക്ടർ ഇതിലുണ്ട്. 2-3 തവണയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഈ മരങ്ങളിലൊക്കെ കിളികളുണ്ട്, നിറയെ കിളികൾ കൂടുകൂട്ടും. ഈ വെടിക്കെട്ട് പൊട്ടിക്കുന്നതോടുകൂടി സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്ന് തന്നെ ഇവർ ഇവിടെ നിന്നൊക്കെ പോവും, മേടിച്ചിട്ട് പോവും. പിന്നെ വെടിക്കെട്ട് കഴിഞ്ഞ പക്ഷേ 2-3 ദിവസം ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എങ്ങനെയൊക്കെയോ വിഷം മാറുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് കുടമാറ്റം നടക്കുന്ന സ്ഥലമാണത്. ചെരിഞ്ഞിരിക്കുന്ന ഈ പ്രതലം ഇവിടെ ഇങ്ങനെ കിഴക്കാൻ തൂക്കാണ് ഈ ആനകൾ നിൽക്കാറ്. അതിലും പ്രകൃതി വിരുദ്ധമായ ഒരു സംഭവം ഭൂമിയിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ശരീരഭാരമുള്ള ജീവികൾ ഇങ്ങനെയാണ് നിൽക്കുക, ഇങ്ങനെയുള്ള ഒരു പൊസിഷനിൽ നിൽക്കുക. അത് എത്ര നേരം നിൽക്കുക കുടമാറ്റം കഴിയുന്നവരെ. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു തട്ടിട്ട് കൊടുക്കും. ഇതൊക്കെ പൂരത്തിൽ വരുന്ന ഒരു നവീകരണമാണ്. പൂരം ഒരു ക്ഷേത്രോത്സവമാണ്. മതവുമായിട്ട് അതിന് പല ബന്ധങ്ങളും അതിലൊട്ടുണ്ടെങ്കിൽ പോലും ഒരു ബിലീവറുടെ കാഴ്ചപ്പാടിലൂടെയല്ല, ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിലൂടെയല്ല, ഒരു സീക്കർ, വിശാലമായിട്ടുള്ളൊരു അന്വേഷകയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകം രചിക്കപ്പെടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ മതത്തിൻ്റെ അംശങ്ങൾ നേർപ്പിച്ചെടുത്ത് ഒരു മതേതരമായിട്ടുള്ള എല്ലാ വിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്തവർക്കും ഒക്കെ തന്നെ ആഹ്ലാദിച്ച് അത്ഭുതപ്പെട്ടുകൊണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഉത്സവമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. ആ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു പ്രത്യേകത ഈ പുസ്തകത്തിനകത്ത് ശ്രീജ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മതേതരത്വം എന്ന് പറയുന്ന ആ ഒരു സൗന്ദര്യം അതിനെ എത്രത്തോളം ആഘോഷമാക്കി മാറ്റുന്നു പൂരം എന്നുള്ളൊരു കാര്യം നമ്മുടെ ഈ ഒരു സംഭാഷണത്തിലേക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് സീക്കേഴ്സ്, നോട്ട് സീക്കേഴ്സ്. അപ്പോൾ ആ സീക്കിംഗ് എന്നുള്ള ആ ഒരു പോയിന്റിൽ തന്നെയാണ് അത് ഫിലോസഫിക്കലായിട്ട് വരുന്നത്. എന്താണ് പൂരം ഇങ്ങനെ കിടക്കുന്ന ഒരു ആഘോഷത്തിന് എന്താണ് ഫിലോസഫിക്കൽ എലിമെൻ്റ് എന്ന് വെച്ചാൽ അത് ഫിലോസഫിക്കലാണ്. ഒരു അന്വേഷകൻ്റെ തേടലിൽ തന്നെയാണ് ഈ പൂരത്തിൻ്റെ ഫിലോസഫിക്കൽ എലിമെൻ്റ് തെളിഞ്ഞു വന്നത്. ഈ 10 ദേവതമാർ, ഈ തൃശ്ശൂർ നഗരത്തിന് ചുറ്റും ഉള്ള 10 ക്ഷേത്രങ്ങളിലെ 10 ദേവതമാർ ഈ മഹാദേവനെ കാണാൻ വരുന്നതാണ് പൂരം. മഹാദേവനെ അവർ കാണുന്നുണ്ടോ? ഇല്ല. അതാണ് വാസ്തവം. മഹാദേവൻ പുറത്തേക്ക് വരുന്നില്ല. ഒരിക്കൽ പോലും വടക്കുന്നാഥൻ പുറത്തേക്ക് വരുന്നില്ല. കുറേ പേര് ഞാൻ ഗൂഗിളിൽ മറ്റും കണ്ടു, വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ ഉത്സവമാണ് പോരുന്നത്, വടക്കുന്നാഥൻ പുറത്തേക്ക് ഇറങ്ങില്ല. അവിടെ സാധാരണ പോലെ പരിപാടികൾ നടക്കും അമ്പലത്തിൻ്റെ അകത്ത്. ആൾ പുറത്തേക്ക് ഇറങ്ങില്ല. അത് തന്നെ നമ്മളൊരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റാണ്. 10 ദേവതമാർ. ആരാണ് ദേവതമാർ? അത് ഹ്യൂമൻ ഇമാജിനേഷൻ, മനുഷ്യൻ്റെ ഒരു സങ്കല്പമാണ് ദേവതകൾ. മനുഷ്യൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു കോൺക്രീറ്റ് മൂർത്തമായ രൂപമാണ് ക്ഷേത്ര ദേവതകൾ. നമുക്ക് ഇതിൻ്റെ ഫിലോസഫി പറയുന്നത് നമുക്ക് ക്രിയേറ്ററായിട്ടുള്ളൊരു ദൈവം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ കാണുന്ന ക്ഷേത്ര ദേവതകളൊക്കെ നമ്മളുടെ മനുഷ്യ സങ്കല്പത്തിൻ്റെ പരിമിതികളാണ്. ആ പരിമിതികളായ ദേവതകൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ദൈവം എന്നൊരു സങ്കല്പം ഇല്ലെങ്കിൽ പോലും ഒരു അബ്സ്ട്രാക്ട്നെസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ അബ്സ്ട്രാക്റ്റിനെ കാണാൻ വരുന്നു. അബ്സ്ട്രാക്റ്റിനെ കാണുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് ഫീലിംഗ് ആൻഡ് ഗോ ബാക്ക്. അപ്പോൾ അവരൊപ്പം മനുഷ്യരും വരുന്നു. അങ്ങനെ ഇത് തന്നെ ഒരു ഇന്ത്യൻ ഫിലോസഫിയുടെ വലിയൊരു കോൺസെപ്റ്റിൻ്റെ ഒരു രൂപമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ മനോഹരമായിട്ടാണ് അത് ചെക്കൻ തമ്പുരാനായാലും പൂരം എന്ന് പറഞ്ഞ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ആളായാലും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആത്മീയതയാണ് ഇതിൻ്റെ പിന്നിൽ, അല്ലാണ്ട് ഭക്തിയല്ല. ഭക്തി ഒരു മാർഗം മാത്രമാണ്. അപ്പോൾ ഭക്തരേക്കാൾ കൂടുതൽ ഭക്തിയില്ലാത്തവരും സീക്കേഴ്സും എല്ലാവരും ഈ പൂരം കാണാൻ വരും, ആഘോഷിക്കാനും വരും. അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ളതിൽ ഈ പൂരത്തിൽ ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം. ഇഷ്ടമുള്ളത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കൗതുകം അങ്ങനെയാണ് അവസാനിക്കുന്നത്. പൂരത്തിൻ്റെ ആ ഒരു ബഹുത്വത്തെക്കുറിച്ച്, ബഹുസ്വരതയെക്കുറിച്ച്, അതിൻ്റെ ഒരു സ്വരലയത്തെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് ഇപ്പോൾ ശ്രീജയുടെ അവതരിപ്പിച്ചു.
എന്നിരുന്നാലും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പൂരം അനുഭവവേദ്യമാകുന്നത് എന്നുള്ളതാണ്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ്, ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ചോയ്സും ഒരു ഇതിനെ ആസ്വദിക്കുമ്പോഴേ ഉണ്ടാവാറുണ്ട്. ഓരോരുത്തർ ഓരോ രീതിയിലാണ് പൂരത്തെ ഇങ്ങനെ ആസ്വദിച്ചെടുക്കുന്നത്. അതൊരു കാഴ്ചപ്പാട് ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു അതിൻ്റെ ഒരു കണ്ടംപററി ആയിട്ടുള്ള സ്വഭാവവും അതിൻ്റെ ഒരു പ്ലൂറലിസത്തിൻ്റെ സ്വഭാവവും ഒക്കെ തന്നെ ഈ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും പൂരത്തെക്കുറിച്ചുള്ള അനുഭവ വിവരണങ്ങളും അതിൻ്റെ പങ്കുവയ്ക്കലുകളൊക്കെ ധാരാളം നടക്കുന്ന ഒരു സമയമാണിത്. ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ശ്രീജ പൂരത്തെ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. ശ്രീജയുടെ ക്രിയേറ്റീവ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് ശ്രീജ കടന്നു പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീജയുടെ ഒരു ഇംഗ്ലീഷ് കവിതകളുടെ ഒരു സമാഹാരം പ്രസിദ്ധീകരിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ കഥകളെ വെച്ചുകൊണ്ടൊരു പുസ്തകം വന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും മനോഹരമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതുകയും ഭാവനയെ തന്നെ പല രീതിയിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാലത്താണ് ശ്രീജയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത്. ഈ പുസ്തകം തന്നെ അതിന് ഏറ്റവും നല്ല തെളിവായിട്ടും കാണാൻ പറ്റും. ഇത്രയുമാണ് ഈ ചെറിയ സംഭാഷണത്തിൽ, ഈ പ്രഭാതത്തിലെ ഈ സംഭാഷണം. ഏതാണ്ട് വെയിൽ വന്നു തുടങ്ങി. ആ സമയത്ത് നമ്മൾ ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. പൂരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാ ശബ്ദങ്ങളും അതിൻ്റെ എല്ലാ തരത്തിലുള്ളതായ മറ്റ് അനുഭൂതികളൊക്കെ തന്നെ ഇനി നമ്മുടെ ഉള്ളിലേക്ക് പകർന്നാടാൻ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം.